ഇന്ത്യയിൽ ഇപ്പോൾ ഓരോ ആഴ്ചയും ഓരോ പുതിയ ജനതാ പാർട്ടികൾ ഇങ്ങനെ പൊന്തി മുളച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ വിലയിലെ ആശങ്കയിൽ നിന്ന് തുടങ്ങി സംവരണ തർക്കങ്ങൾ വരെ നീളുന്ന വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. CJP, E20 ജനതാ പാർട്ടി, റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്നിങ്ങനെ ആ ലിസ്റ്റ് നീളുന്നു. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നേടി തരംഗമാകുന്ന ഈ പുതിയ പാർട്ടികൾ യഥാർത്ഥത്തിൽ എന്താണ്? ഇതെല്ലാം ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ വിപ്ലവത്തിന്റെ തുടക്കമായിരിക്കും. അതോ ലൈക്കുകളും വ്യൂസിനും വേണ്ടിയുള്ള വെറും ഡിജിറ്റൽ ക്യാമ്പയിനുകൾ മാത്രമായിരിക്കും? വസ്തുതകളും യാഥാർത്ഥ്യവും വേർതിരിച്ചറിയാം. ഇവയ്ക്ക് പിന്നിലെ സത്യം എന്ത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. സോഷ്യൽ മീഡിയയിലൂടെ അടുത്തിടെ ഉയർന്നു വന്ന ഡിജിറ്റൽ പ്രതിഷേധങ്ങളെയും പുതിയ ജനതാ പാർട്ടി ക്യാമ്പയിനുകളെയും വിശകലനം ചെയ്യുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി സൃഷ്ടിച്ച സ്വാധീനവും അത് ഇന്ത്യൻ ഡിജിറ്റൽ ആക്ടിവിസത്തിൽ വരുത്തിയ മാറ്റവും വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു വസ്തുതയാണ്. പരമ്പരാഗതമായി തെരുവിൽ നടന്നിരുന്ന പ്രതിഷേധങ്ങളെ സോഷ്യൽ മീഡിയയിലെ വൈറൽ തന്ത്രങ്ങളിലേക്ക് മാറ്റി എഴുതുകയാണ് CJPയുടെ ഏറ്റവും വലിയ വിജയമായി പറയുന്നത്. തൊഴിലില്ലായ്മയും പരീക്ഷാ വിവാദങ്ങളും കത്തി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഉയർന്നു വന്ന ചില പരാമർശങ്ങളെ പ്രതിരോധിക്കാൻ അതേ വാക്കുകൾ തന്നെയാണ് അവർ ആയുധമാക്കി മാറ്റിയത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി CJP എന്ന തികച്ചും വിചിത്രവും എന്നാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതുമായ പേര് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇത് യുവാക്കൾക്കിടയിൽ ഒരുതരം ഡിജിറ്റൽ കലാപത്തിന്റെ അടയാളമായി മാറുകയും ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലും എക്സിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പേജുകളെ പോലും മറികടക്കുന്ന ഫോളോവേഴ്സ് വളർച്ചയാണ് അവർ നിസ്സാര ദിവസം കൊണ്ട് കൈവരിച്ചത്. തുടർന്ന് CJPയുടെ ഈ ഒരു വലിയ ജനപ്രീതി കണ്ടപ്പോൾ മറ്റു പല വിഷയങ്ങളിലും ആളുകൾ സമാനമായ തന്ത്രങ്ങൾ പ്രയോഗിക്കുവാനൊക്കെ തുടങ്ങി. ജനതാ പാർട്ടി എന്ന ഔദ്യോഗിക രാഷ്ട്രീയ പദം ചേർത്ത് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. ഉദാഹരണത്തിന് E20 ജനതാ പാർട്ടി, ജനറൽ ജനതാ പാർട്ടി, അങ്ങനെ ആ ലിസ്റ്റ് പോവുകയാണ്. ഒരു വ്യക്തിഗത നേതാവോ കൃത്യമായ സംഘടനയോ ഇല്ലാതെ പൂർണ്ണമായും അജ്ഞാതമായി അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കുകയാണ്. ഇത് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ നടപടികളെ അതിജീവിക്കാൻ അവരെ ഒരു പരിധിവരെ സഹായിക്കുന്നുമുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, എൻജിൻ കേടാകുമെന്ന ഭയമുണർത്തുന്ന ഫ്യൂവൽ വിഷയങ്ങൾ, സംവരണവുമായി ബന്ധപ്പെട്ട കടുത്ത നിരാശകൾ, അങ്ങനെ ഉപഭോക്താക്കളുടെയോ യുവാക്കളുടെയോ ദൈനംദിന ആശങ്കകളെ നേരിട്ട് സ്പർശിക്കുന്ന തീമുകൾ അവർ സെലക്ട് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിക്കുന്ന ജനരോഷം കാരണം മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സിറ്റുവേഷനും വരും. അപ്പോൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ ഒരു വലിയ കാരണമായി മാറുകയും ചെയ്യും. തീർച്ചയായും CJPയുടെ പ്ലേ ബുക്ക് വിജയിച്ചതോടെയാണ് E20 ഫ്യൂൽ വിഷയത്തിലും സംവരണ അനുകൂല പ്രതികൂല വിഷയങ്ങളിലും സമാനമായ പേജുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് എന്ന് കാണാം. തങ്ങളുടെ പരാതികളും എതിർപ്പുകളും ഉന്നയിക്കാൻ പരമ്പരാഗത മാധ്യമങ്ങളുടെയോ പാർട്ടികളെയോ ആശ്രയിക്കാതെ തന്നെ സാധിക്കുന്നു എന്നത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശമായി ഇപ്പോഴത്തെ പുതിയ തലമുറ കാണുകയാണ്. നേതാക്കളോ ഔദ്യോഗിക ഭാരവാഹികളോ ഇല്ലാത്ത ഇത്തരം അജ്ഞാത പേജുകൾ വളരെ പെട്ടെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ വിദ്വേഷം പ്രചരിപ്പിക്കാനോ ഉപയോഗിക്കപ്പെടാമെന്ന ഗൗരവമേറിയ ഒരു അപകട സാധ്യത ഇതിൽ കാണാതെ പോകാനുമായില്ല. ഇത്തരം പേജുകളും ട്രെൻഡുകളും രാഷ്ട്രീയ ചിഹ്നങ്ങളും പേരുകളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികളൊന്നുമല്ല. ഇതൊരു തരം ഡിജിറ്റൽ ആക്ടിവിസം അല്ലെങ്കിൽ വോയിസ് മൂവ്മെന്റ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് തെരുവിൽ ഇറങ്ങാതെ തന്നെ മൊബൈൽ ഫോൺ സ്ക്രീനുകളിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിപ്പിക്കാനും സർക്കാരുകളെയും ഭരണാധികാരികളെയും ശ്രദ്ധ തങ്ങളിലേക്ക് തിരിക്കുവാനും സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മേന്മ. എന്നാൽ ഈ ട്രെൻഡിനെ പിന്തുടർന്നുണ്ടാകുന്ന എല്ലാ ജനതാ പാർട്ടികളും യഥാർത്ഥ പൊതുജന സംരംഭങ്ങളാണോ അതോ സബ്സ്ക്രൈബർമാർക്കും ക്ലിക്കുകൾക്കും വേണ്ടിയുള്ള വെറും ബിസിനസ് തന്ത്രങ്ങളാണോ എന്ന് തിരിച്ചറിയേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യൻ വാഹന പ്രേമികൾക്കും സാധാരണക്കാരായിട്ടുള്ള വാഹന ഉടമകൾക്കും ഇടയിൽ പെട്ടെന്ന് തരംഗമായിട്ടുള്ള ഡിജിറ്റൽ പ്രതിഷേധ പ്രസ്ഥാനമാണ് E20 ജനതാ പാർട്ടി. വിപണിയിൽ E20 ഇന്ധനം നിർബന്ധമാക്കിയതിനെ തുടർന്നുണ്ടായ സാങ്കേതികവും സാമ്പത്തികവുമായ ആശങ്കകളാണ് ഈ ക്യാമ്പയിൻ വഴിതെളിച്ചത്. വിദേശ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും മലിനീകരണം നിയന്ത്രിക്കാനും കർഷകർക്ക് എഥനോൾ ഉൽപ്പാദനത്തിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുക എന്നീ ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ 20% എഥനോൾ കലർത്തിയ E20 പെട്രോൾ രാജ്യത്തുടനീളം കൊണ്ടുവന്നത്. 2023 മുൻപ് നിർമ്മിച്ച ഭൂരിഭാഗം വാഹനങ്ങളും E20 ഇന്ധനത്തിന് അനുയോജ്യമായവയൊന്നും അല്ല. ഇത്തരം വാഹനങ്ങളിൽ പെട്രോളിൽ ഉയർന്ന അളവിൽ എഥനോൾ ചേർക്കുന്നത് എൻജിൻ കമ്പോണന്റുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നുവെന്നും മൈലേജ് 8 മുതൽ 15% വരെ കുറയുന്നുവെന്നും ഉടമകളും വർക്ക്ഷോപ്പ് മെക്കാനിക്കുകളും ആരോപിച്ചു. E20 ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും 5 ആവശ്യങ്ങളാണ്. അതിലൊന്ന്, പെട്രോൾ പമ്പുകളിൽ E20 ഇന്ധനത്തോടൊപ്പം
പഴയ വാഹനങ്ങൾക്ക് അനുയോജ്യമായ സാധാരണ പെട്രോളും ലഭ്യമാക്കുക. രണ്ടാമത്തെ കാര്യം, അടിക്കുന്ന ഇന്ധനത്തിൽ എത്ര ശതമാനം എഥനോൾ കലർന്നിട്ടുണ്ട് എന്ന് പെട്രോൾ പമ്പുകളിൽ വ്യക്തമായി ഡിസ്പ്ലേ ചെയ്യുക. 3. വ്യത്യസ്ത ബ്ലെൻഡുകളുടെ നിർമ്മാണ ചെലവും ഉപഭോക്തൃ ലാഭവും സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്തുക. 4. എഥനോൾ ഇന്ധനം എഞ്ചിന്റെ ആയുസ്, മൈലേജ്, മെയിൻ്റനൻസ് ചെലവ് എന്നിവയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിഷ്പക്ഷ ഏജൻസികൾ വഴി പഠിച്ച് റിപ്പോർട്ടുണ്ടാക്കും. 5. പുതിയ വാഹന ഉടമകൾക്കും പഴയ വാഹന ഉടമകൾക്കും അവർക്ക് അനുയോജ്യമായ ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകും. പുതിയ സാങ്കേതിക പരിശോധനകളൊക്കെ അനുസരിച്ച് വിപുലമായ എഞ്ചിൻ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും E20 സുരക്ഷിതമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ വാഹന ഉടമകളുടെ ആശങ്കകൾ ഈ ക്യാമ്പയിനിലൂടെ പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയുമാവുന്നുണ്ട്. സമാനമായി ജനറൽ ജനതാ പാർട്ടി, റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്നീ 2 ഡിജിറ്റൽ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ പൊതുവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ, മധ്യവർഗ യുവാക്കൾ എന്നിവരുടെ അമർഷത്തിൽ നിന്ന് ഉടലെടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജനറൽ ജനതാ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഉയർന്ന കട്ട് ഓഫ് മാർക്കുകൾ, കുറഞ്ഞ സീറ്റുകൾ, കടുത്ത മത്സര പരീക്ഷകൾ എന്നിവ നേരിടുന്ന ജനറൽ വിഭാഗത്തിലെ മധ്യവർഗ യുവാക്കളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. തങ്ങളുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും കട്ട് ഓഫ് സർവൈവേഴ്സ്, 0.25 മാർക്കിന് ജോലി നഷ്ടപ്പെട്ടവർ തുടങ്ങിയ പേരുകളിൽ ഹാസ്യമായ ലേബലുകൾ ഉപയോഗിച്ച് യുവാക്കളുടെ മാനസിക വിഷയങ്ങളെ ഇവർ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സംവരണ സമ്പ്രദായത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി റിസർവേഷൻ ഫ്രീ ഇന്ത്യ അഥവാ മെറിറ്റിന് മാത്രം പ്രാധാന്യമുള്ള ഒരു വ്യവസ്ഥയിലേക്ക് രാജ്യം മാറണം എന്നതാണ് ഇവരുടെ പ്രധാന ഡിമാൻഡ്. സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും എക്സിലും പെട്ടെന്ന് പടർന്നു പിടിച്ച അജ്ഞാതവും അത്യധികം തരംഗവുമായിട്ടുള്ള ഒരു വോയിസ് മൂവ്മെന്റ് ആണ് റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ. കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ പൂർണ്ണമായും അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറയിൽ മാത്രം പുനഃസംഘടിപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാന ആവശ്യം. സാരി ജാതി ഏക് സമാൻ, മേരാ ബസ് യേ ദേശ് മഹാൻ, അതായത് എല്ലാ ജാതിക്കാരും സമന്മാരാണ്, എൻ്റെ ഈ രാജ്യം മാത്രമാണ് മഹത്തരം. ഇതാണ് അവരുടെ പ്രധാന മുദ്രാവാക്യം. വിദ്യാർത്ഥികൾ, IT ജീവനക്കാർ, യുവ പ്രൊഫഷണലുകൾ എന്നിവരാണ് ഈ മൂവ്മെന്റിന്റെ പ്രധാന പിന്തുണക്കാരെന്ന് കാണാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇതിൽ ഭൂരിഭാഗം സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ മാത്രമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതം എന്ന് പറയുന്നത് വൈകാരികവും അതേപോലെ തർക്കവിഷയവുമായിട്ടുള്ള കോണ്ടന്റുകൾക്ക് പെട്ടെന്ന് കവറേജ് കിട്ടും എന്നുള്ളതാണ്. ഇന്ന് ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം നാളെ അത് മാറിക്കഴിഞ്ഞാൽ ഈ പേജിന്റെ റീച്ചും ലൈക്കുകളും ഒക്കെ പെട്ടെന്ന് തന്നെ ഇടുകയും ഈ പേജ് ഇനാക്റ്റീവ് ആയി പോകുന്നൊരു സിറ്റുവേഷൻ ആവുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ഗ്രൗണ്ട് തലത്തിൽ കൃത്യമായി സംഘടന ഉണ്ടാക്കുക, നയരൂപീകരണങ്ങളൊക്കെ നടത്തുക, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ നേരിൽ കണ്ട് സ്വാധീനിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രയാസമുള്ളതാണ്. അവിടെയാണ് ഇത്തരം ഡിജിറ്റൽ പാർട്ടികൾ പൂർണ്ണമായും പരാജയപ്പെടുന്നത് എന്നൊരു റിയാലിറ്റി കൂടി ഇതിലുണ്ട്. അക്കൗണ്ടബിലിറ്റി തീരെ ഇല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യവും അപകടവും എന്ന് മനസ്സിലാക്കണം. കാരണം ഈ പേജുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരാണെന്നോ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ എന്താണെന്നോ പലർക്കും ഇപ്പോഴും അറിയില്ല. പേജുകളിലൂടെ തെറ്റായ വിവരങ്ങളോ വിദ്വേഷ പ്രചരണങ്ങളോ നടത്തിയാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക ഭാരവാഹികളോ ഉണ്ടാകില്ല. പേജ് ബാൻ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്താൽ ഇവർ അടുത്തൊരു പേജുമായിട്ട് വീണ്ടും വരികയും ചെയ്യും. ഇത്തരം മൂവ്മെന്റുകളുടെ പേരിൽ ഭാവിയിൽ UPI വഴി പണം പിരിക്കുകയോ ക്രൗഡ് ഫണ്ടിംഗ് നടത്തുകയോ ചെയ്താൽ ആ പണം എവിടെ പോയി എന്നൊന്ന് പരിശോധിക്കാൻ പോലും നിലവിലെ സിറ്റുവേഷൻ വെച്ചിട്ട് വഴിയില്ല എന്നത് ഒരു അപകടകരമാണ്. ഒരു തന്ത്രം കണ്ടപ്പോൾ പലരും അത് പകർത്തി പേജുകൾ ഉണ്ടാക്കുകയാണ് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ട്രൂത്ത്. ഇതൊരു കോപ്പി പേസ്റ്റ് മോഡലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ വില, ഇന്ധനക്ഷമത, പരീക്ഷാ തിരിമറികൾ, സംവരണം തുടങ്ങിയ സാമൂഹ്യ സാമ്പത്തിക ആശങ്കകൾ ജനങ്ങളിൽ വലിയ വികാരങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടുകളാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഒരു ജനതാ പാർട്ടി എന്ന പേരിൽ പേജ് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ലൈക്കുകളും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് മില്യൺ ഓഫ് ഫോളോവേഴ്സിനെയും നമുക്ക് കിട്ടുമെന്നൊരു തോട്ട് പ്രോസസ് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും അതേപോലെ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഇതൊരു വലിയൊരു ഫോമുലയായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ഭാവിയിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇത്തരം അക്കൗണ്ടുകൾ മാറ്റി വേറെ ഏതെങ്കിലും ഒരു പേരിൽ മറ്റുള്ളവർക്ക് വിൽക്കാനോ പ്രൊമോഷനുകൾക്ക് വേണ്ടി പണം ഉണ്ടാക്കാനോ ഒക്കെയുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. E20 ഇന്ധനത്തിൻ്റെ ആശങ്കകളോ വിദ്യാഭ്യാസ മേഖലയിലെ സുതാര്യമില്ലായ്മയോ വളരെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യേണ്ട യഥാർത്ഥ നയപരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു, തർക്കമില്ല. എന്നാൽ അവയെ വെറും ട്രോൾ അല്ലെങ്കിൽ ഒരു സട്ടയർ പേജുകളുടെയൊക്കെ തലത്തിലേക്ക് മാറ്റുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം തീരെ ചോർന്നു പോകുന്നത്. ഞങ്ങൾ നിങ്ങൾക്കായി പോരാടുന്ന ഒരു പുതിയ പാർട്ടിയാണ് എന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ കണ്ട് ഇന്നത്തെ
ചോരത്തിളപ്പുള്ള യുവതലമുറ മറ്റൊന്നും ചിന്തിക്കാതെ ഇതിൻ്റെ ഭാഗമാകുന്നു എന്നതും ഇതിലെ ഒരു ഡാർക്ക് ട്രൂത്താണ്. സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധങ്ങൾ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അധികാരികളുടെയോ ശ്രദ്ധ ഒരു നിമിഷത്തേക്ക് തിരിക്കാൻ ഒരുപക്ഷെ സഹായിച്ചേക്കാം. എന്നാൽ കൃത്യമായ സംഘടനയോ വ്യക്തമായ ഭരണഘടനയോ ഉത്തരവാദിത്തമുള്ള നേതാക്കളോ നിയമപരമായ രജിസ്ട്രേഷനോ ഇല്ലാത്ത അജ്ഞാതമായിട്ടുള്ള ഇത്തരം സോഷ്യൽ മീഡിയ പേജുകളെ യഥാർത്ഥ രാഷ്ട്രീയ മാറ്റങ്ങളായി കാണുന്നത് തികച്ചും തെറ്റായ നിഗമനമായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. കൃത്യമായ ഉത്തരവാദിത്വവും നേതൃത്വമില്ലാത്ത പേജുകൾക്ക് യഥാർത്ഥ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഇതെല്ലാം കാഴ്ചക്കാരെ കൂട്ടാനുള്ള പുതിയ കാല ഡിജിറ്റൽ തന്ത്രങ്ങൾ മാത്രമായിരിക്കും? തീരുമാനം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തുക. E20 പെട്രോൾ വിഷയത്തിലും ഇത്തരം ഡിജിറ്റൽ പാർട്ടികളിലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയുക. സത്യസന്ധവും അതേപോലെ വസ്തുതാപരവുമായിട്ടുള്ള ഇത്തരം നിരീക്ഷണങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പുതിയ ഡിജിറ്റൽ ട്രെൻഡുകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വസ്തുതാപരമായ വിശകലനവുമായി വീണ്ടും കാണാം. സ്റ്റേ ഇൻഫോംഡ്, സ്റ്റേ സ്മാർട്ട് ആൻഡ് ഓൾവേസ് സ്റ്റിക്ക് ടു മൈ സയൻസ് ഗാരേജ്.